കോൺഗ്രസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. ചെറിയ കാലത്തിനുള്ളിൽ ഉദിച്ചുയർന്ന് അങ്ങനെ തന്നെ അസ്തമിച്ചു പോയ നേതാവ്. കോൺഗ്രസിൽ നിന്ന് പുറമെ ഒറ്റപ്പെട്ടു പോയെങ്കിലും അകത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയായിരുന്ന KPCC ഉപാധ്യക്ഷൻ ഷാഫി പറമ്പിലാണ് മുൻപിൽ. ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് നേതാക്കൾ രംഗത്തുണ്ട്. അതിനിടെയാണ് സിനിമാ ലോകത്തു നിന്നും അപ്രതീക്ഷിത പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പിന്തുണ അറിയിച്ചത്. അത് മറ്റാരുമല്ല, നടി സീമാജി നായരുടേതാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നോക്കാം. പൊങ്കാല ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ചു നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. തുടർഭരണം ഉറപ്പായ സമയത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി. ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആഴം അളക്കാൻ ആർക്കും കഴിയില്ല. പിതൃതുല്യൻ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റി പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല. ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കിയെന്നും പറഞ്ഞ് ഡേറ്റും സമയവും വരെ പുറത്തു വന്നു. സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആ മനുഷ്യൻ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നുപോയി കാണും. ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമ വേട്ടയും അവഹേളനങ്ങളും കല്ലെറിയലും വരെ ഉണ്ടായി. ജനകീയനായ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി. എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി. ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാത്ത അന്വേഷണ കമ്മീഷന് മുമ്പിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവും. അസുഖത്തിന്റെ കാഠിന്യത്തെക്കാളും ഉലഞ്ഞു പോയത് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും. ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവാം. ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടിവിയുടെ മുന്നിൽ നിന്ന് മാറാതെയിരുന്നു. അന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ്. ചില പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ, നേതാക്കന്മാർ, MLA മാർ, മന്ത്രിമാർ, എന്തിനു വേറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്ത് വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ്. സദാചാര മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ളം സത്യവും സത്യവും കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മതി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്തുകൂടായികയില്ല. മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒരാൾക്കായി വഴി തെറ്റില്ല. തെറ്റുന്നുവെങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും. അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും? വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും. പെട്ടെന്നൊരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും. ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം. വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത്. വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിന്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന്റെ ഔചിത്യബോധം മനസ്സിലാകുന്നില്ല. ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ? നീതി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തിനും ലഭിക്കേണ്ടതാണ്. അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ബാധിക്കേണ്ടതുമാണ്. രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട്. അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. കേസില്ലേൽ കേസ് ഉണ്ടാക്കും, അതിന് തെളിവുകളും ഉണ്ടാക്കും, എന്നിട്ട് അറസ്റ്റ് ചെയ്യും. എതിർചേരിയിലെ തലവെട്ടി ചുടുചോര കുടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക. 41 വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖംമൂടി അണിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടു. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനവുമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇതിലും വലുതെന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു. മുൻ അനുഭവങ്ങൾ അതാണ്. എരിതീയിൽ എണ്ണയൊഴിച്ചു തരാൻ കുറെ പേരുണ്ടാകും. അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല. തിരഞ്ഞെടുപ്പ് അടുത്തതിന്റെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ്. രാഹുൽ ഈശ്വറിനെ പോലുള്ള ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. എതിർചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർസ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു. ഈ സമയവും കടന്നു പോകും. രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക. തീർത്തും ഒറ്റപ്പെട്ടു പോയ രാഹുൽ മാങ്കൂട്ടത്തിന് ചെറിയ ആശ്വാസമൊന്നും അല്ല ഈ പിന്തുണ നൽകുന്നത്. സീമാജി നായരുടെ പിന്തുണ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്.
വീഴുമ്പോൾ കിട്ടിയ കച്ചിത്തുരുമ്പിൽ ആഘോഷമാക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പട. ഇതൊരു തുടക്കമാണെന്നും ഇതുപോലെ ഇനിയും പിന്തുണ ലഭിക്കുമെന്നുമാണ് രാഹുൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഏർപ്പാടാക്കിയതെന്നും വിമർശനമുണ്ട്. ഇപ്പോൾ അപ്രതീക്ഷിതമായി ലഭിച്ച പിന്തുണയിൽ ആശ്വാസം കൊള്ളുകയാണ് അടൂരിലെ വീട്ടിലിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ.